നമസ്കാരം, ഇത് ആറ്റിങ്ങൽ ഗേൾസ് സ്കൂളാണ്. മീൻസ് ഇവിടെ സമാപനമാണ്, നമ്മുടെ റവന്യൂ ജില്ലാ കലോത്സവ സമാപനമാണ്. അപ്പോൾ ഇന്നലെ ഒരു വാർത്ത ഇതായിരുന്നു. കാരണം ഒരു സ്കൂളിൻ്റെ ഒരു അധ്യാപികയുടെ ഒത്താശയോട് അല്ല കയറി അടിക്കടാന്ന് പറഞ്ഞിട്ട് ഒരുപാട് വിദ്യാർത്ഥികളെ മർദ്ദിച്ച ഒരു സംഭവം, ഒരാളെ തലയ്ക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ വാർത്ത ചെയ്തായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട്. വളരെ സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ഇത്രയും പ്രശ്നങ്ങളൊക്കെ നേരിട്ടിട്ട് പോലും ജില്ല ഓവറോൾ ഫസ്റ്റ് കിട്ടി. അതാണ് ഏറ്റവും വലിയ വാർത്ത. കാരണം വിദ്യാർത്ഥികളുണ്ട്, നിങ്ങളാരും തിരിച്ചടിച്ചില്ലല്ലേ? നമ്മളെ അടി കിട്ടിയതാണ്. അവർക്ക് നേരത്തെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്ത് പ്രശ്നം ഉണ്ടായാലും അങ്ങോട്ട്. കാരണം ഈ കുട്ടികളെ കൈകാര്യം ചെയ്യാൻ വന്നതൊക്കെ വളരെ മുതിർന്ന ആൾക്കാരാണ്. 16-17 വയസ്സായ കുട്ടികൾ എന്ത് ചെയ്യാനാണ്? 10-30 വയസ്സായ ആൾക്കാർ വന്ന് കുട്ടികളെ അടിക്കാൻ നിന്ന്. ഞങ്ങൾ 77 ഐറ്റത്തിൽ മത്സരിച്ചു. അതിൽ 16 ഐറ്റത്തിന് ഞങ്ങൾക്ക് ജില്ലയിൽ ഫസ്റ്റ് ഉള്ളൂ. ബാക്കി തോറ്റ 61 ഐറ്റത്തിലെ ആളുകളെ ഞങ്ങൾ അടിക്കാൻ നിന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സംസ്ഥാന ഇൻ്റലിജൻസ് എന്നൊരു വിഭാഗം ഉണ്ടോ? കാരണം തലേ ദിവസം ഈ പറയുന്ന അക്രമത്തിന് പിന്നെ ചെയ്ത കക്ഷി പോസ്റ്റ് ഇടുന്നു, ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇടുന്നു, തിരിച്ചടിക്കും, നാളെ ചെയ്യിക്കാത്ത തിരിച്ചടിക്കും പോസ്റ്റ് ഇടുന്നു, പിന്നെ ഭീഷണി സന്ദേശങ്ങൾ അയക്കുന്നു. ഇതെല്ലാം ഇൻ്റലിജൻസ് കാണുന്നില്ല. ഇപ്പം അനീഷ് സാറും രാവിലെ പോയിട്ട് സ്റ്റേഷനിൽ പരാതിപ്പെടുന്നു, നമുക്ക് നേരെ അക്രമം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ. എന്നിട്ട് പോലും ഒരു കുട്ടിയുടെ തലയ്ക്ക് ഒരു 5 സ്റ്റിച്ചിടേണ്ട അവസ്ഥ വന്നു. എന്താണിത്? ആരെ കുറവാണ്? കഷ്ടപ്പെട്ട് ഓടുകയാണ്. അവരെ മുൻകൂട്ടി ഒരു പ്രശ്നം കളി കഴിഞ്ഞപ്പോഴും നമ്മൾ വിളിച്ചായിരുന്നു പോലീസിനെ, എന്നിട്ടും അവർ വന്നില്ല. ഒരു ലേഡി പോലീസ് എത്രയാണ് അവിടെ ഉണ്ടായിരുന്നു? വേറെ ആരും ഇല്ല. ഇല്ല ഇല്ല ഇല്ല, വേറെ ആരും ഇല്ല. മക്കളെ, നിങ്ങൾക്ക് വിഷമമുണ്ടോ? നിങ്ങളെ കൂട്ടുകാരനെ അടിച്ചു? അവന്റെ പേര് അവനെ അടിച്ച് തല പിടിച്ചത്, അവനെ വലിയടാക്കിയോ? പാവപ്പെട്ടവൻ ഈ പറയുമ്പോൾ അക്രമം നടക്കുമ്പോഴത്തേക്ക് ഒറ്റപ്പെട്ടു പോയി. അവനെ ചുറ്റുള്ളൂ, അവനെ നല്ല രീതിയിൽ അടിച്ചു അല്ലേ? അല്ലേട്ടാ, ദേവത്തെ ഹോസ്പിറ്റലാണല്ലേ? ഇപ്പോഴും ഹോസ്പിറ്റലാണ്. ഞാൻ മനസ്സിലാക്കിയ സാധനം, ഈ ആൾക്കാർ ഇറച്ചി കയറിയപ്പോഴത്തേക്ക് ബാക്കി എല്ലാവരും ഓടി, ദേവത്ത് മാത്രം പെട്ടുപോയി. മത്സരിക്കാനുള്ള കുട്ടികളാണ് അവർ, ദഫ്മുട്ടിലുള്ള കുട്ടികളാണ് കൂടെ ഉണ്ടായിരുന്നത്. ദഫ്മുട്ടുകാർക്ക് അത് കഴിഞ്ഞിട്ട് മത്സരമുണ്ട്. പിള്ളേരെ കയ്യാകാലം അടിച്ചടിച്ചാൽ മത്സരിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മത്സരിക്കരുത്, അതാണ് ആവശ്യം. അങ്ങനെ എത്ര കാലം തല്ലി തോപ്പിക്കാൻ പറ്റും? അങ്ങനെയൊന്നും ആരും തല്ലി തോപ്പിക്കാനും ഭീഷണിയൊന്നും. ഇതൊക്കെ പാവപ്പെട്ട ഒരു മലയോര മേഖലയിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അവർക്ക് ഒരുപാട് ജീവിതാനുഭവങ്ങളുണ്ട്. പിന്നെ നമ്മൾ അവരോട് കൃത്യമായ അച്ചടക്കത്തോടു കൂടി വന്ന് മത്സരത്തിൽ പങ്കെടുക്കണം. ആരോടും ഒരു പ്രശ്നത്തിനും പോകരുതെന്ന് കർശനമായ നിർദ്ദേശം കൊടുത്താണ് കുട്ടികളെ കൊണ്ടുവരുന്നത്. ദൗർഭാഗ്യകരമായ സംഭവമാണ്. ഇതിൽ ഞാൻ ഒരിക്കലും ആ സ്കൂളിലെ കുട്ടികളെ കുറ്റം പറയില്ല. കുട്ടികളെ ചില ആളുകൾ ഇളക്കി വിട്ടതാണ്. അവിടുത്തെ അധ്യാപകരുടെ കയ്യിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. അല്ല, നിങ്ങൾ എല്ലാവരും പറയുന്നില്ല അല്ലെ, ഒരു ടീച്ചർ ശരിയാണോ? ശരിയാണോ? ടീച്ചർ പറഞ്ഞിട്ടാണ് അവർ. നിങ്ങൾ സാക്ഷികളാണോ? ഒരു ന്യൂസിലെ സാറും ഉണ്ടായിരുന്നു അവിടെ, ക്യാമറമാനും ഉണ്ടായിരുന്നു അവിടെ, ക്യാമറമാൻ ഉണ്ടായിരുന്നു. അവരിങ്ങനെ ഇവര് ഒന്നും ചെയ്യാതെ സമാനത പിരിഞ്ഞു പോവായിരുന്നു. അത് അമ്മ ടീച്ചർ പറഞ്ഞ് നിങ്ങൾ പൈസ കൊടുത്തല്ലേ ജയിച്ചത്, ഇവരെ പിള്ളേർക്ക് പറഞ്ഞ് കയറി അടിയുടെ ഇവന്മാരൊക്കെ അടിച്ചാലേ പറ്റുള്ളൂ. സാധാരണ ടീച്ചർമാർ ഇതൊക്കെ സമാധാനം ഉണ്ടാക്കാൻ നമ്മളെ ഡ്രസ്സിംഗിലായതുകൊണ്ടാണ് നമ്മളെ മെയിനായിട്ട് അവർ സ്കെച്ച് ഇട്ട് അടിച്ചത്. അതുപോലെ ഈ ദേവദത്ത് പയ്യൻ ആ കോസ്റ്റ്യൂമിലായിരുന്നല്ലേ? നമ്മളെല്ലാവരും ആ കോസ്റ്റ്യൂമിലായിരുന്നു. 8 പേര്. കാരണം വെച്ചാൽ ഇന്നലെ പരാതി കൊടുക്കുന്ന ഒരു പയ്യൻ്റെ ചുണ്ടുവരെ ഇങ്ങനെ വീർത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ചേട്ടാ വീട്ടിൽ അറിഞ്ഞ വിഷയമെന്നാണ് പറയുന്നത്. കാരണം കൊച്ചു കുട്ടികളാണ്. ഒരു മത്സരം എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും കായിക മത്സരം ആവരുത്, ഇങ്ങനെ ഒരു അവസരയ്ക്ക് പോകരുത്. കാരണം അത്രയും ദിവസം അല്ലേ, നിങ്ങൾ എത്ര ദിവസം പ്രാക്ടീസ് ചെയ്യണം അല്ലേ? അല്ലേ, മാസങ്ങളോളം. നിങ്ങളെ വിജയത്തിൽ അമർഷം കൊണ്ടാണോ അയക്കണോ? കഴിഞ്ഞ 2 വർഷം കൊണ്ട് നമ്മൾ ഓടിയായിരുന്നു ഇവരെ പ്രശ്നം കാരണം. ഈ വർഷം ഓടില്ലെന്നൊക്കെ പറഞ്ഞ് തന്നെയാണ് അവിടെ നിന്ന്. പക്ഷെ അവർ ശരി, എന്തായാലും ഞാൻ സമാധാനത്തിൻ്റെയും സഹോദരത്തിൻ്റെയും വാക്കുകളിലേക്കും വരികയാണ്. കാരണം ഈ കുട്ടികൾ തിരിച്ചടിച്ചില്ല. അവരത് പിന്നെ എന്താ പറയുക, അവർക്ക് ഉള്ള കഴിവ് തെളിയിച്ചത് അവർ കലാപരമായ രൂപത്തിൽ കൂടിയാണ്. അല്ലാതെ അവർ അക്രമത്തിൻ്റെ മാർഗത്തിലേക്ക് പോയില്ല, തിരിച്ചടിച്ചില്ല, വിഷയങ്ങൾ ഉണ്ടാക്കിയില്ല. അങ്ങനെയുള്ളൊരു സമൂഹത്തെയാണ് നമുക്ക് വേണ്ടത്. കാരണം എല്ലാ സമാധാനത്തോടെ നേരിടണം. കാരണം പെൺകുട്ടികൾക്ക് അതിനുള്ള വിചാരം ഉണ്ടോ? അത് തിരിച്ചടിക്കണം? വേണ്ട, സമാധാനമായത്. നല്ല കുട്ടികളാണ്. അവരൊക്കെ ആ ഒരേ ഇതിൽ നിൽക്കുകയാണ്. സമാധാനത്തിൻ്റെ ബാക്കി നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ.
നമ്മളെ വഴി കേസിൽ പോവാണ് നിങ്ങൾ കേസിന് വേണ്ടി. കാരണം ഇന്ത്യയോട് വന്നിരിക്കുന്നത് തലയിലാണ്. തലയോട് പൊട്ടി 5 സ്റ്റിച്ചുണ്ട്. ഒരു ബോൺ ബ്രേക്കായി കഴിഞ്ഞാൽ 236 ആണ്, നോൺ ബെയിലബിൾ ആണ്. അത് ഉറച്ചിരിക്കുകയാണോ നിങ്ങൾ? അങ്ങനെ ഒരു നീതി കിട്ടുന്ന വിചാരമുണ്ടോ? നീതി വിശ്വാസമുണ്ട്. എന്തായാലും ഈ കുട്ടികളൊക്കെ നീതിയിൽ വിശ്വസിക്കുകയാണ്. കാരണം അവരൊരു കൂട്ടുകാരൻ കൂടെ സഹപാഠിയുടെ തലയ്ക്കാണ് 5 തുന്നൽ. അത് ഒരു ആവശ്യമില്ലാത്ത കാര്യം. മത്സരം ഒക്കെ നല്ലതാണ്, പക്ഷെ അത് ഒരു കായികമായിട്ട് പോകരുത്. കാരണം സ്റ്റേജിൽ തീർക്കേണ്ട സ്റ്റേജിൽ തീർക്കുക അല്ലേ? അതിലേ ഉണ്ട്. സ്റ്റേജിൽ കഴിവ് തെളിയിക്കുന്ന സ്റ്റേജിലാണ്. അതായത് ഈ പറഞ്ഞ മൈതാനത്ത് ഒരു മർക്കട മുഷ്ടി കൊണ്ടല്ല ഇതൊക്കെ തീർക്കേണ്ടത്. സന്തോഷമുണ്ട്. കാര്യങ്ങൾ വിവേകപൂർവ്വം അധ്യാപകന്മാരും എല്ലാവരും കൈകാര്യം ചെയ്യണം. കാരണം മത്സരങ്ങൾ നടക്കേണ്ടത് സ്റ്റേജിലാണ്, മൈതാനത്തല്ല. സ്പേസ് വേണ്ടി ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്.